അങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച ഭീഷ്മർ എന്ന് പറയുന്ന സിനിമ കണ്ടു. ഒരു ജസ്റ്റ് ഒരു വൺ ടൈം കണ്ടിരിക്കാം എന്നതിനപ്പുറം എനിക്ക് പ്രത്യേകിച്ചൊന്നും സിനിമയ്ക്കകത്ത് തോന്നിയില്ല. അതായത് ഇതിൻ്റെ അകത്ത് കുറേ കോമഡികളുണ്ട്, ഒന്നും വർക്കൗട്ടായില്ല. അതുപോലെ തന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, ആരുമായിട്ടും കണക്റ്റ് ആയില്ല. അങ്ങനെ എന്തൊക്കെയോ ഇവർ ചെയ്യുന്നുണ്ട്, സംഭവം എനിക്കൊന്നും അങ്ങോട്ട് ഒന്നും വർക്കൗട്ടായില്ല. കഥയായിക്കോട്ടെ, കഥയെന്ന് പറയുന്നത് തന്നെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു, അയാൾക്കൊരു പ്രേമം ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെ പറ്റിക്കുന്നു. അതിന് പുറകെ വരുന്ന കുറേ വള്ളികളും കാര്യങ്ങളും ഒക്കെയാണ് സിനിമ മെയിനായിട്ട് കാണിച്ചു പോകുന്നത്. പക്ഷേ എന്താണോ എന്തോ എനിക്കിതിനകത്ത് സത്യം പറഞ്ഞാൽ ഇവർ കുറേ കോമഡി ഇതിൻ്റെ അകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും എന്നെ ചിരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചിന്തിപ്പിക്കാനോ ചിരിപ്പിക്കാനോ ഒരു ഹൈ മൊമെൻറ്റോ ലോ മൊമെൻ്റ് ഇല്ലെന്നല്ല, ഫുള്ള് ലോ മൊമെൻ്റാണ് ഏകദേശം. അതായത് അവസാനമൊക്കെ കുറേ ഫൈറ്റ് സീൻസൊക്കെ ഉണ്ട്. അവസാനം ധ്യാൻ ശ്രീനിവാസൻ്റെ കുറേ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഫൈറ്റ് സീൻസൊക്കെ ഉണ്ട്. ഒന്നും എന്തൊക്കെയോ കാണിക്കുന്നു. സത്യം പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ്റെ സത്യം പറഞ്ഞാൽ കിടിലം അടിപൊളി സിനിമകൾ പുള്ളിയുടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ നല്ലപോലെ തളർന്നു പോയി ഒരു കുത്തി പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു 2.5 മണിക്കൂർ പോയി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ സിനിമ കണ്ടുപോകുക, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപോകുക, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയുക. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന ഒറ്റ ചോദ്യത്തിൽ ചോദിക്കാന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. കാരണം പുള്ളിയുടെ ഇതിലും നല്ല നല്ല ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് പോസിറ്റീവായിട്ട് പറയാൻ പോലും ഒന്നും ഈ സിനിമയ്ക്കകത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എന്തായാലും സിനിമ കാണാത്തവരൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇതുപോലെ മറ്റൊരു വീഡിയോയ്ക്കകത്ത് വീണ്ടും കാണാം.